ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം. നമ്മളെല്ലാവരോടും സംസാരിക്കാൻ നേരത്ത് നമുക്ക് നമ്മളുടെ വാക്കുകളിൽ ബഹുമാനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്. ആരും ആയിക്കോട്ടെ, പാവപ്പെട്ട ഒരാളായിക്കോട്ടെ, പണക്കാരനായിക്കോട്ടെ, നമ്മുടെ ഓഫീസിലൊരു കൊളീഗ് ആയിരിക്കോട്ടെ, നമ്മളുടെ വീട്ടിൽ എല്ലാവരോടും, നമ്മൾ കൊച്ചു കുട്ടികളോട് എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പം ബഹുമാനം കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാരെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം കേട്ടോ. പണ്ട് ഉള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു കോളേജിലൊക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടണേക്ക് മുമ്പുള്ള ടൈമിലുള്ള അപ്പോൾ ഞാൻ ബൈക്കിൽ ഇങ്ങനെ പോകാൻ നേരത്ത് റോങ് സൈഡ് കയറി ചെന്നു. അപ്പോൾ ഒരു നല്ലൊരു കാറിലൊരു ആൾ വന്നു. അപ്പോൾ അയാളുടെ വണ്ടിയിലേക്ക് കൊണ്ട് തട്ടിയില്ല എന്ന് പറഞ്ഞ് ഇടിച്ച് അതിൻ്റെ ഈ ഇതുണ്ടല്ലോ, മിററിലേക്ക് പോയിട്ട് എൻ്റെ ഹാൻഡിൽ ജസ്റ്റ് ഒന്ന് തട്ടി അങ്ങനെ നിന്നു. അപ്പോൾ പുള്ളിയുടെ നേർക്ക് ഫേസ് ചെയ്താണ് ഞാൻ വണ്ടി ചവിട്ടി നിർത്തുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും പുള്ളിയുടെ ആ ആങ്കറും അത് കണ്ടറിയാം പുള്ളിക്കത്. പുള്ളി നമ്മളാ കീ അങ്ങോട്ട് ഓഫാക്കി പുള്ളി ഇങ്ങോട്ട് ചാടി ഇറങ്ങി വരുന്ന ഒരിതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല പേടിയായി. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു വെൽ ബിൽട്ടാണ്, നല്ല 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 വസ്ത്രധാരണമാണ്, നല്ല കതറൊക്കെ ഇട്ടേക്കണ ആള് എന്തായാലും ഇതാണ്. അപ്പം ഞാൻ പേടിച്ചിട്ട് ഇത് പറഞ്ഞു. ആദ്യമേ തന്നെ ഞാൻ അപ്പോളജൈസ് ചെയ്തു കേട്ടോ. നമ്മൾ അപ്പോളജൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നമ്മൾ സോറി. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, ഹലോ സാർ, സോറി, എനിക്കറിയാതെ പറ്റിയതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കയ്യിൽ നിന്ന് ഇട്ട്, അയ്യോ സാറിന് നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ പുള്ളി എന്തെങ്കിലും സംസാരിക്കുന്ന പുള്ളി ഇങ്ങനെ ആ ഒരു ഇതിൽ വരുന്നേക്ക് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും പുള്ളി അങ്ങനെ അങ്ങ് വന്ന ആൾ പെട്ടെന്ന് അങ്ങ് പുള്ളി അങ്ങ് കാമായി. എനിക്കത് ശരിക്കും ഫീൽ ചെയ്യാം. ഞാനപ്പോഴും ഒരുമാതിരി ട്രംബിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളത് ഇത് ചെയ്തു. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്താടോ കാണിക്കുന്നതെന്ന് പുള്ളി. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് റേസായി എന്തെങ്കിലും പറയാൻ. പുള്ളി എന്താടോ ഇത് കാണിക്കുന്നത്, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, സാറേ പെട്ടെന്ന് വന്നതാണ്, ഇച്ചിരി അത്യാവശ്യമായിട്ട് പോകുമായിരുന്നു, അത് അങ്ങനെ പറ്റിയതെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞു, കൊഞ്ഞോ ഇത് ചെയ്തു. പുള്ളി എന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചു. അപ്പം തന്നെ പുള്ളി വണ്ടി കയറി പോവുകയും ചെയ്തു. പുള്ളിക്ക് എന്തോ തിരക്കിട്ട് പോകണ സമയമായിരുന്നു പുള്ളിയും ഞാനും. അപ്പം ഞാൻ പറഞ്ഞതാ ബഹുമാനത്തിൻ്റെ ഒരു ഇത് പറഞ്ഞത്. നമുക്ക് ആൾക്കാർ വരെ നമുക്ക് നമ്മളോട് ദേഷ്യപ്പെട്ട് വരുന്ന ആൾക്കാരെ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ആ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ. നമ്മുടെ ഓഫീസിലൊക്കെ ഡിഫറെൻറ്റ് ഏജ് ലെവലിലുള്ള ആൾക്കാരാണ് വരുന്നത്. ഈ കോളേജിൽ നിന്ന് ഫസ്റ്റായിട്ട് ജോബ് വരുന്നവർക്ക് അവർക്ക് ആ ഒരു കോളേജിൽ നിന്ന് കഴിഞ്ഞ് വരുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് കേട്ടോ ഞാൻ ഈ പറയണത്. സോ നമ്മളിപ്പോൾ ജോലി തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, സീനിയറാന്ന് പറയാം ഇപ്പോൾ ഏകദേശം. അപ്പോൾ പലതരം ആൾക്കാരാണ് നമ്മളുടെ ഇതിന്. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് വേണം. നമ്മളെപ്പോഴും ആ ഒരു ഇത് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് എല്ലാ കാര്യവും ഞാൻ ഈ പറയുന്നത്. ബട്ട് ചൂസ് വൈസ്ലി, എന്തൊക്കെ എടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബഹുമാനം എല്ലാ കാര്യത്തിലും ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. നമ്മൾ സംസാരിക്കാൻ നേരം നമ്മൾ ഏത് ആൾക്കാരുടെ അടുത്ത് ഏത് ലെവലിൽ സംസാരിക്കണമെന്നുള്ള ഒരു തിരിച്ചറിവും വിവേകവും നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. സോ എല്ലാ ജോലിക്കും, ഇപ്പം ഞാൻ ഈക്വാലിറ്റിയുടെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു, എല്ലാ ജോലിക്കും അതിൻ്റേതായ സ്റ്റാറ്റസ് ഉണ്ട്. അതാണ് നമ്മളുടെ രാജ്യത്തൊന്നും കാണാത്തൊരു കാര്യം. ഇപ്പം എന്ത് വൈറ്റ് കോളർ ജോബ് ആയിക്കോട്ടെ, ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആയിക്കോട്ടെ, ഒരു സാനിറ്ററി വർക്കർ ആയിക്കോട്ടെ, എന്ത് തരം ജോലി ചെയ്യുന്ന ആളാണെങ്കിലും അവർക്കൊക്കെ എല്ലാവർക്കും ഒരു നല്ല ഈക്വാലിറ്റിയുടെ കാര്യം പറയണം. അവരൊക്കെ എല്ലാം ഈക്വലാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ ജോലി വെച്ചിട്ടൊന്നും നമ്മൾ ഒരാളെയും തരം തിരിച്ച് കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇത് പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തുവാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നൊരു സെർവൻറ്റ് അവരെ ക്ഷണിക്കുവാണ്. അപ്പോൾ അവർ വരുവാണ്, മെന്നായിക്കോട്ടെ വുമൺ ആയിക്കോട്ടെ ആരായിക്കോട്ടെ. ഓക്കെ. നിങ്ങൾ ഫുഡ് സെർവ് ചെയ്യാൻ നേരത്താണെങ്കിൽ നിങ്ങൾ അവരെ മെയിൻ നിങ്ങളുടെ എല്ലാ ഗസ്റ്റിൻ്റെയും കൂടെ തന്നെ ഇരുത്തി ഫുഡ് വിളമ്പാൻ
മെയിൻ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും ഇരിക്കില്ല. ഓക്കെ, ഇനിയിപ്പോൾ സാക്ക് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ചെയ്തേക്കാം. അവരെ പിടിച്ച് വലിച്ചവിടെ ഇരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് നമ്മളുടെ എപ്പോഴും വിവേക ബുദ്ധി എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ചൂസ് ചെയ്യണം വൈസ്ലി, അവരവിടെ ഇരിക്കണോ വേണ്ടയോ. അവർക്കിപ്പോൾ താല്പര്യമില്ലെങ്കിൽ ഒക്കെ അവർ ബാക്കിൽ പോയിരുന്ന് കഴിച്ചോട്ടെ, ഇറ്റ്സ് ഫൈൻ. ബട്ട് എല്ലാവരും വാച്ചിങ് ആണ്. നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ വരെ അത് കണ്ട് പഠിക്കണം ഇത് ചെയ്തിട്ട്. ഓക്കെ, ഷീ ക്യാൻ ഓൾസോ സിറ്റ് ദർ, അല്ലെങ്കിൽ ഹീ ക്യാൻ ഓൾസോ സിറ്റ് ദർ, ഹീ ഈസ് നോട്ട് ഡിഫറെൻറ്റ് ഫ്രം അസ്. അങ്ങനെ ആ ആ ആ ഒരു മോറൽസ് പിള്ളേരടക്കം കണ്ട് വളരണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇപ്പം നേരത്തെ എക്സാമ്പിൾ ഒരു സാറ്, ഞാൻ ചെറുപ്പത്തിൽ ഒരാളെ സാറെന്ന് വണ്ടി ഇടിക്കാൻ പോയപ്പോൾ സാറെന്ന് വിളിച്ചു. ഈ സാറ് വിളി എൻ്റെ കൊളീഗ്സിനടക്കം ഞാൻ നമ്മുടെ ഓഫീസിൽ ആരെയും സാറെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നേരെ വിരോധാഭാസം കാണാം എൻ്റെ ഈ ചെറിയ ഓഡിയോസിൽ. ഓക്കെ, പക്ഷെ ഡോണ്ട് പിന്നെ സാക്ക് അങ്ങനെ പറഞ്ഞു, സാക്ക് ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ആരും ചിന്തിക്കുന്നു. എല്ലാവരും വൈസാണ്. എല്ലാവർക്കും എന്തെടുക്കണം, എന്ത് എടുക്കണ്ടെന്നുള്ള ഇത് അറിയാനുള്ള എല്ലാവർക്കും അറിവും പക്വതയും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ ഈ ഓഡിയോസ് ഇടുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അത് കുറച്ച് കാര്യങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അവരെടുത്തോട്ടെ എന്നുള്ളതാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് അബൌട്ട് മീ. ഓക്കെ, സോ റെസ്പെക്റ്റ് ആണ് ഇന്നത്തെ അത്രയും നേരം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് കരുതുന്നു. ഓക്കെ, കുറേ ഇതുണ്ട്. നമ്മൾ കൈൻഡ്നെസ്, പൊളൈറ്റ്നെസ്, ഹംബിൾനെസ്, ഇതെല്ലാം സ്വഭാവത്തിൽ ഇത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാനതൊന്നും ഇന്ന് സംസാരിക്കുന്നില്ല. റെസ്പെക്റ്റിനെ പറ്റി മാത്രം സംസാരിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുക. താങ്ക് യു.